കൺസൈൻമെൻറ്റ് അല്ലേ, എഴുതാം. കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. ഈ മൂന്നെണ്ണത്തിന് നമ്മൾ നോർമലി പറയാറ് സ്പെഷ്യൽ ട്രാൻസാക്ഷൻ എന്നാണ്. എന്താ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ്? കൺസൈൻമെൻറ്റിനെ കുറിച്ച് പറയാം. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. എഴുതിക്കോ, ഒരുമിച്ച് എഴുതി പോവാം. നമുക്കിതിനായി ഒരു ക്വസ്റ്റ്യനാണ്, ഒരു റിയൽ ടൈം സെനാരിയോ പോലെ എഴുതാം. ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം 1. ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം 1. ഇത് രാമുണ്. രാമു ആരാ? രാമു ഒരു പേര്. അപ്പുറത്ത് വേറെ ആളുണ്ട്. നിങ്ങൾ വരയ്ക്കില്ലേ? ഒരു സൈഡിൽ ആരാ? രാമു, മറ്റൊരു സൈഡിൽ ആരാ? ദാമു. എന്തെങ്കിലും പേരാ, എ പിന്നെ ഡി. ചാർജ്. രാമു ഒരു സൈഡിൽ, മറ്റൊരുത്ത് ആരാ? ദാമു. ഈ രാമുല്ലേ, രാമു പെന്ന് കച്ചവടക്കാരനാണ്. രാമുവിൻ്റെ കയ്യിൽ നിന്ന് 1000 പെന്ന് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു? ദാമുവിന് സെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു പെന്നിന് 100 രൂപയാണ് ചാർജ് ചെയ്തത്. സെൻഡ് ചെയ്ത് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്, സെയിൽ ചെയ്തു എന്നല്ല പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി ദാമു എന്ത് ചെയ്യും? ഈ പെന്ന് വിൽക്കും. ബിഹാഫ് ഓഫ് ആർക്ക് വേണ്ടി? രാമു. ഇതാണ് കൺസൈൻമെൻറ്റ്. പ്രാക്ടിക്കലി അങ്ങനെ കുറേ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബേക്കറികളിൽ ബ്രെഡ് വെച്ച് പോവും. ആര്? ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനികൾ. അവരത് അവിടെ വെച്ച് പോയിട്ട് അത് വിൽപ്പനയായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുക? അല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വന്ന് ആ ബ്രെഡ് വിറ്റാൽ അതിൻ്റെ പൈസ ആരിൽ നിന്ന് കളക്ട് ചെയ്യും? കടക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ബ്രെഡ് വിറ്റിട്ടില്ലെങ്കിലും ബ്രെഡ് തിരിച്ച് കൊണ്ടുപോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൺസൈൻമെൻറ്റിന് ഉദാഹരണമാണെന്ന് വെച്ചാൽ കൺസൈൻമെൻറ്റിൻ്റെ പ്രൊസീജിയർ ഫുൾ അവർ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കാര്യം പറഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ സാധനം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? വിൽക്കും. വിറ്റാൽ പൈസ ആർക്ക് കൊടുക്കും? നമ്മുടെ എക്സാമ്പിളിൽ ദാമു ആർക്ക് കൊടുക്കും? ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറാർക്കി വരുന്നത്. അപ്പോൾ അതിന് ദാമു അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പറയാണ്. ആരോ വേണ്ട, രാമു ഗുഡ്സ് സെൻഡ് ടു ആർക്കാണ്? ദാമു. എന്താണ് ഗുഡ്സ്? 1000 പെന്നുകളാണ്. അറ്റ് റുപ്പീസ്. ഒരു പെന്നിന് എത്ര രൂപ? 100 രൂപ. പാർക്കറെന്നൊക്കെ വിചാരിച്ച് എഴുതിയാ? നിങ്ങൾ എഴുതും. ഗുഡ്സ് സെൻഡ് ടു ദാം. 1000 പെൻ അറ്റ് റുപ്പീസ് 100 ഈച്ച്. ഓരോന്നിന് എത്ര രൂപ വെച്ച്? 100 രൂപ വെച്ച്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്ത് നമ്പർ 1 കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. ഓക്കെ. ഇനി ഈ പെന്ന് ഇപ്പോൾ രാമുവിൻ്റെ സ്ഥലം തൃശ്ശൂരാന്ന് വിചാരിക്കുക. ദാമു എവിടെയാണ്? കാലിക്കറ്റാന്ന് വിചാരിക്കുക. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് സാധനം കൊണ്ടുപോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണ്ടേ?
ആരാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുക? രാമു ആയിരിക്കും, സ്വാഭാവികമായിട്ടും. രാമു ആണല്ലോ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്പർ 2 ഇവിടെ ഈ ഭാഗത്തായിട്ട് എഴുതാം. അടുത്ത ട്രാൻസാക്ഷനാണ് പെയ്ഡ് ₹2000 by Ramu for transportation. To send the goods. ഓക്കെ അല്ലേ? അപ്പോൾ സാധനം എവിടെ എത്തും? ദാമുവിൻ്റെ അടുത്തെത്തും അല്ലേ? തൃശ്ശൂരിൽ നിന്ന് കാലത്ത് കയറ്റിയാൽ മതി അല്ലേ? തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് എത്ര? 2 ഒരു 4. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? 3-3.5 മണിക്കൂർ കൊണ്ട് എത്തും. ഇത്രയും വേണ്ട. ഓക്കെ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇത് അൺലോഡ് ചെയ്യണ്ടേ? അതിൻ്റെ ചിലവാരവും സ്വാഭാവികമായിട്ടും കൊടുക്കുക ദാമു. രാമു കൊടുത്തൂടെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൊടുക്കാം. ഓക്കെ അല്ലേ? പക്ഷെ നമുക്കിനി രാമുവിന് വേണ്ടി കൊടുക്കുന്ന കുറച്ച് എക്സാമ്പിൾ കിട്ടണ്ടേ? അപ്പോൾ അത് നമുക്ക് ദാമുവിൻ്റെ താഴത്തായിട്ട് എഴുതാം. 3ാമത്തെ ട്രാൻസാക്ഷൻ, ദാമു പെയ്ഡ് ₹4,000 for unloading the goods. അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ കൊടുത്തു? 1000 രൂപ കൊടുത്തു. ഇതൊക്കെ ഒരേ ട്രാൻസാക്ഷനാണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ എൻട്രി എഴുതണം. അത്രേ ഉള്ളൂ. ഇവിടെയും നമ്മൾ അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. അതിലൊന്നും മാറ്റില്ല. ഇനി എന്താ പ്രാക്ടിക്കലി എന്താ സംഭവിക്കുക? ഇപ്പോൾ ദാമുവിൻ്റെ കയ്യിൽ എന്ത് ചെയ്ത് പെന്ന് എത്തിയിട്ടുണ്ട്. ദാമു ഇനി എന്ത് ചെയ്യാൻ തുടങ്ങും? വിൽക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ദാമുവിൻ്റെ സൈഡിലായിട്ട് 4ാമത്തെ ട്രാൻസാക്ഷൻ, ദാമു സോൾഡ്. 1000 പെന്ന് അയച്ചിട്ടുണ്ട്. പക്ഷെ 1000 പെന്നും വിൽക്കും അയാൾ? ഇല്ലല്ലോ. കുറച്ചൊരു 800 പെന്ന് വിറ്റു നോക്കുക. സോൾഡ് 800 പെൻ അറ്റ് റുപ്പീസ്. എത്ര രൂപയ്ക്കാണ് ദാമു വിൽക്കുന്നുണ്ടാവുക? പെന്ന് 100-നാവോ? എത്രയൊക്കെ വിൽക്കുന്നുണ്ടാവുക? ഒരു 200 ഒക്കെ എടുക്കട്ടെ. 200 രൂപയ്ക്കൊക്കെ എന്ത് ചെയ്യും? ദാമു വിൽക്കുമെന്ന് പറയും. ഇതാണ് നമ്മുടെ 4ാമത്തെ ട്രാൻസാക്ഷൻ. ചോദിക്കട്ടെ, ഈ 100 രൂപയ്ക്കല്ലേ ദാമുവിന് കിട്ടിയത്? എത്ര രൂപയ്ക്ക് ദാമു സെയിൽ ചെയ്യുന്നത്? അപ്പോൾ ഒരു 100 രൂപ പ്രോഫിറ്റ് ഇല്ലേ? അത് ആർക്കുള്ളതാണ്? ദാമുവിനുള്ള പ്രോഫിറ്റ് ആവുമോ? ഈ സാധനം വിറ്റിട്ടില്ലെങ്കിൽ ആരാ റിസ്ക് എടുക്കുക? അപ്പോൾ വിറ്റാലുള്ള ഫുൾ പൈസ അയാൾക്കുണ്ടാവും. ഇവിടെ ദാമുവിന് ഒരു റിസ്ക്കും ഇല്ല. മനസ്സിലായ? ഫുൾ എമൗണ്ട് ആരുടെയാ? ദാമു വേണമെങ്കിൽ എഴുതാം. ദാമു സോൾഡ് 800 പെൻ അറ്റ് ₹200 ബിഹാഫ് ഓഫ്. എഴുതിക്കോ, ബിഹാഫ് ഓഫ് ആർക്ക് വേണ്ടിയിട്ട്? രാമു. അപ്പോൾ ഇനി പറയും, ആ 100 രൂപ എക്സ്ട്രാ പ്രോഫിറ്റൊക്കെ ആർക്കാണ്? ഓക്കെ. അപ്പോൾ ദാമുവിനെന്താ പ്രാന്തുണ്ട് അയാൾക്ക് വേണ്ടി പണിയെടുക്കാൻ? ദാമുവിനൊരു കമ്മീഷൻ കിട്ടും. ദാമുവിൻ്റെ ഇൻകം എന്താണ്? കമ്മീഷനാണ്, നോട്ട് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആർക്കാണ്? രാമു. ഓക്കെ അല്ലേ? ഇതിൽ നമ്മൾ രാമുവിനെ വിളിക്കുന്ന പേരുണ്ട്. ഏതാ? വായിച്ചിട്ടുണ്ടോ? കൺസൈനർ എന്നാണ് രാമുവിനെ വിളിക്കുക. സ്വാഭാവികമായിട്ടും ദാമു ആരാവും? കൺസൈനറും പിന്നെ ആരാ? കൺസൈനി. ഓക്കെ. ഇനി
വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചെലവുകളില്ലേ, അതാരാവും സ്വാഭാവികമായിട്ടും വഹിക്കുന്നുണ്ടാവാം? ദാമു, ബിഹാഫ് ഓഫ് രാം. എപ്പോഴും അങ്ങനെ മനസ്സിലാണ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ട്രാൻസാക്ഷനായിട്ട് എഴുതാം. സെല്ലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസ് ഫോർ സെല്ലിംഗ് പെയ്ഡ് ബൈ ആരാ? ദാമു, ₹3000, 3000 രൂപ. അഞ്ചായി. ഇനി ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ദാമുവിന് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? കമ്മീഷൻ. അപ്പോൾ 6ാമത്തെ ട്രാൻസാക്ഷനായിട്ട് എഴുതാം. ദാമു, ദാമു ആരാണ്? കൺസൈനി അല്ലേ? ദാമു എൻടൈറ്റിൽഡ് എ കമ്മീഷൻ അറ്റ് 10% ഓൺ. ഏതിൻ്റെ മുകൾക്കാണ് ഇയാൾക്ക് സ്വാഭാവികമായിട്ടും കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവുക? കമ്മീഷൻ ഏതിൻ്റെ മുകളിലും കൊടുക്കണ്ടാവുക? പ്രോഫിറ്റിൻ്റെ മുകളിൽ എന്നതിനേക്കാൾ നല്ലത് ഏതിൻ്റെ മുകളിലാണ്? പ്രോഫിറ്റിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ആരെ പ്രോഫിറ്റ്? രാമുവിൻ്റെ. ഓക്കെ അല്ലേ? ഇപ്പം രാമുവിന് കിട്ടുന്ന പ്രോഫിറ്റ് ആർക്കറിയാം? ദാമുവിനറിയാം. പക്ഷേ പ്രാക്ടിക്കലി ഒരിക്കലും എന്ത് ചെയ്യില്ല, രാമു അല്ലെങ്കിൽ കൺസൈനിക്ക് ഇതേത് പ്രൈസാണ്? ഈ 100 രൂപ കോസ്റ്റാണ്. ഏതാ? കോസ്റ്റിലല്ല അവർ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അവരെന്ത് ചെയ്യും? കുറച്ച് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. നമ്മളിനി 2ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കണ അതാണ്. 2 ക്വസ്റ്റ്യൻ ഇതിൽ നിങ്ങൾക്ക് ബേസിക് തരാനുള്ളൂ. പിന്നെ കുറേ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ 2 ക്വസ്റ്റ്യൻ. നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതിലേക്ക് പോകും. ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം 1, ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം 2. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം 1 പഠിക്കുന്നത് എന്താണ്? വേണമെങ്കിൽ എഴുതി വെച്ചോ. ഗുഡ്സ് സെൻഡ് അറ്റ് കോസ്റ്റ്. ഏതിലാണ് അവർ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്? കോസ്റ്റിലാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫോളോ ചെയ്യുന്നില്ലേ? അപ്പോൾ ദാമുവിന് സ്വാഭാവികമായിട്ടും കമ്മീഷൻ കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഓൺ ഏതിൻ്റെ മുകളിലായിരിക്കും? സെയിൽസിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്മീഷൻ കണ്ടെത്താൻ പറ്റും. കമ്മീഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് എത്ര വരാം? എത്ര യൂണിറ്റുകൾ വിറ്റത്? 800 അല്ലേ? 200 രൂപ വെച്ച്. അപ്പോൾ 800 × 200 എത്ര വരും? 1,60,000 അല്ലേ? നോക്കിയില്ലേ? അതിൻ്റെ എത്ര ശതമാനം? 10%. എത്ര വരും? 16,000 വരും കമ്മീഷൻ. ഓക്കെ അല്ലേ? ഇപ്പം പൈസ ആരുടെ കയ്യിലാണ്? ദാമുവിൻ്റെ കയ്യിൽ. സംശയമുണ്ടോ? ദാമു അല്ലേ വിറ്റത്. ഈ പൈസ ഞാൻ ആർക്ക് അയക്കണം? ദാമു രാമുവിന് അയക്കണം. ഒരു പീരിയോഡിക് ടൈമിൽ എന്ത് ചെയ്യും? എല്ലാ ദിവസവും അയക്കാൻ നിൽക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും? ആഴ്ചയിൽ മൊത്തം വിറ്റതിൻ്റെ പൈസവും അയക്കും. അത് ഫുൾ എമൗണ്ട് അയക്കണം എന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും? അവർ പിടിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ 1,60,000 മൊത്തം ചിലപ്പോൾ അയക്കണം എന്നില്ല. ചിലപ്പോൾ എത്ര അയക്കാം? 1,00,000 അയക്കാം. ചിലപ്പോൾ എത്ര അയക്കാം? 1,20,000 അയക്കാം. ഇനി 1,60,000 ചിലപ്പോൾ എന്ത് ചെയ്യാം? അയക്കാം. പക്ഷെ എന്തായാലും 1,60,000 അയക്കില്ല. കാരണം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദാമു രാമുവിന് വേണ്ടി ചിലവഴിച്ച പൈസകൾ ഏതൊക്കെയാണ്? ഒരു 4,000 രൂപ എന്ത് അൺലോഡിങ്ങിനുണ്ട് അല്ലേ? അതുപോലെ സെല്ലി എക്സ്പെൻസ് എത്രയുണ്ട്? 3,000. അപ്പം 4 3 എത്രയായി? 7,000. കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കമ്മീഷൻ എത്ര രൂപ ഉണ്ട്? 16,000. ഇത്രയും എമൗണ്ട് കുറച്ചിട്ടേ ബാക്കി എമൗണ്ട് ആർക്ക് അയക്കുള്ളൂ? ദാമു അല്ലെങ്കിൽ കൺസൈനർക്ക് അയക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ വേറെ ഒരു എമൗണ്ട് തരും മിക്കവാറും. ഇതന്നെ ആവണമെന്നില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. മിനിമം ഇതിൻ്റെ മുകളിൽ ഒരിക്കലും ആരും അയക്കൂല. 1,60 ഒരിക്കലും അയക്കൂല. ക്ലിയർ അല്ലേ? കാരണം മറ്റാൾക്ക് വേണ്ടിയിട്ട് രാമുവിന് വേണ്ടി ദാമുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കുറച്ചിട്ടല്ലേ അയക്കുള്ളൂ. ഇതൊരു ബേസിക് ലോജിക്കല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു 1,60,000 രൂപ കിട്ടി.
കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 30,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഇനി കൂട്ടുകാരന് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന എമൗണ്ട് എത്ര? 1,30,000. അതന്നെയാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പോൾ 7ാമത്തെ ട്രാൻസാക്ഷനായിട്ട് എഴുതാം. ദാമു സെൻഡ് അല്ലെങ്കിൽ റെമിറ്റഡ് rupees 1,10,000 to Ramu. Damu sent or remitted rupees 1,10,000 to Ramu. ഓക്കെ, 8ാമത്തെ ഒരു പോയിന്റ് കൂടെ എഴുതിയാൽ നമുക്ക് ഇനി ആൻസർ ചെയ്യാം. ട്രാൻസാക്ഷൻ, ഇതൊക്കെ ട്രാൻസാക്ഷൻ അല്ലേ? ഇതിൻ്റെ ഒരു ഇവൻ്റ് വരില്ലേ? ഇവൻ്റ് പറയുമ്പോൾ എന്താ? എൻഡ് റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? ക്ലോസിങ് സ്റ്റോക്ക് എന്താണ്? ഒരു ഇവൻ്റ് അല്ലേ? അല്ല മക്കളെ, ഓക്കെയാണോ? അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? കാണണം. അടുത്ത മെയിൻ സാധനമാണ് ക്ലോസിങ് സ്റ്റോക്ക്. എന്ത് ചെയ്യണം? കാണണം. ക്ലോസിങ് സ്റ്റോക്ക് കാണാൻ എളുപ്പമല്ലേ? ക്ലോസിങ് സ്റ്റോക്ക് പറഞ്ഞാൽ എന്താ? അൺസോൾഡ് അല്ലേ? അൺസോൾഡ് ഗുഡ്സ് ഇൻ ഹാൻഡ് ഓഫ്, ആരുടെ ഹാൻഡിലാണ്? കൺസൈനീഡ് അല്ലെങ്കിൽ ആരാണ്? ദാമുവിൻ്റെ കയ്യിലുള്ള ഏത്? അൺസോൾഡ് ഗുഡ്സ്. എഴുതിയില്ലേ? അൺസോൾഡ് ഗുഡ്സ് ഇൻ ഹാൻഡ്സ് ഓഫ് കൺസൈനി ദാമു. എഴുതിയില്ലേ? ഒന്നും കാണാൻ പറ്റില്ല നമുക്ക്, കോമൺ സെൻസ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് എത്ര പെന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? 1000 പെന്ന്. ഒരു പെന്നിന് എത്ര രൂപയാ? 100 രൂപയ്ക്കാണ് അയച്ചു കൊടുത്തത്. ഓക്കെ, എത്ര പെന്നാണ് എന്നിട്ട് അയാൾ വിറ്റത്? 800. ബാക്കി എത്ര പെന്നുണ്ട്? 200. ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ഏതിലാണ്? സെല്ലിംഗ് പ്രൈസിലാണോ? അല്ല, ഏതിലാ? കോസ്റ്റ് പ്രൈസിലാണ്. സംശയം ഉണ്ടോ? വിൽക്കാത്ത സാധനത്തിന് നിങ്ങൾക്ക് 200 ഉറുപ്പിക ഇടാൻ പറ്റുമോ? വിറ്റാലല്ലേ 200 ആവുള്ളൂ. ഇപ്പം നിങ്ങൾ എടുക്കേണ്ടത് 100 അല്ലേ? അപ്പം എങ്ങനെ കാൽക്കുലേഷൻ വരിക? 200 പെന്ന്. മനസ്സിലായില്ല മക്കളെ? 1000 പെന്ന് ദാമുവിന് സെൻഡ് ചെയ്തു. ദാമുവിൻ്റെ കയ്യിൽ അപ്പം എത്ര പെന്നുണ്ട് ആ സമയത്ത്? 1000. അതിൽ നിന്ന് 800 വിറ്റാൽ ബാക്കി എത്ര ഉണ്ട്? 200. ഈ 200 പെന്നിന് ഒരു പെന്നിന് എത്ര രൂപ വെച്ചാണ്? 100 അല്ലേ? അപ്പം എത്ര വരും? 20 വരാം ക്ലോസിങ് സ്റ്റോക്ക് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് പറയുമ്പോൾ ഒരു കോമ്പണൻ്റായി 20,000 മാത്രമല്ല. ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഈ ഗുഡ്സ് കൺസൈനറുടെ കയ്യിൽ നിന്ന് കൺസൈനിക്ക് എത്തിയ വരെയുള്ള കോസ്റ്റുകളില്ലേ, അഥവാ ഇങ്ങനെ മനസ്സിലാക്കിയത്, വിൽക്കുന്നതിന് മുൻപേ വരെ വരുന്ന കോസ്റ്റുകൾ ഏതാണ്? വിൽക്കുന്നതിന് മുൻപ് വരുന്ന ആ കോസ്റ്റിൻ്റെ പ്രപ്പോർഷൻ കൂടെ ഇവിടെ കയറണം, ക്ലോസിങ് സ്റ്റോക്കിൽ കയറണം. ഓക്കെ അല്ലേ? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഇതാക്കുമ്പോൾ ഇതിന് ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചാൽ ഇരിക്കണം. എന്നിട്ട് കുറച്ച് വേണ്ടി ചെയ്താൽ മതി, ഇപ്പോൾ ചെയ്യേണ്ട, സമയം തരാം. ക്ലോസിങ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ്. ഫസ്റ്റ് കോമ്പണൻറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്. നിങ്ങളത് ഓൾറെഡി പറഞ്ഞു. എത്രയാണ്? 20,000. കാണുന്നില്ലേ? പ്ലസ് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. ഇതെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള എന്താണ്? ഒരു സാധനമാണ് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ്. അങ്ങനെ എഴുതാം. എക്സ്പെൻസ് ചെയ്ത് തെറ്റൊന്നുമില്ല, പക്ഷെ ഒന്നുകൂടെ പെർഫെക്ഷന് വേണ്ടി നമുക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് എഴുതാം. ചില സമയത്ത് നമുക്ക് പണി കിട്ടും. അല്ലെങ്കിൽ ഇത് വേണം. പ്ലസ് ആരുടെ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യേണ്ടി വരും? കൺസൈനി. അത് ശ്രദ്ധിക്കണം. പ്രപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? വിറ്റ സെൻഡ് ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും കോസ്റ്റ് എന്ത് ചെയ്യണ്ട? ക്ലോസിങ് സ്റ്റോക്ക് ആയിട്ട് കാണണ്ട. വിൽക്കാതെ എടുക്കുന്നതിൻ്റെ മാത്രം എന്ത് ചെയ്താൽ ഈ ക്ലോസിങ് സ്റ്റോക്കിൽ കയറ്റിയാൽ മതി. അതാണ് പ്രപ്പോർഷൻ. ഞാൻ കാണിച്ചു തരാം. പ്രപ്പോർഷനേറ്റ് നോൺ
റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ആരുടെ? കൺസൈനി. പറഞ്ഞ ഏതാ? പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനി. ഓക്കെ അല്ലേ? ഈ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താ? ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യാൻ തരാം. അപ്പോൾ ബേസിക് കാര്യം പറഞ്ഞു. ഞാൻ പറയാം. കൺസൈനറുടെ എക്സ്പെൻസ് ഏതുള്ളത്? ഞാൻ ഒരു കോമൺ സെൻസ് പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഒരു 100 രൂപയുടെ 100 യൂണിറ്റ് തന്നു. 100 പെന്നെ അല്ലെങ്കിൽ ബുക്ക്. ഒരു ബുക്കിന് എത്ര രൂപ വെച്ചാൽ? 100 രൂപ വെച്ചിട്ട്. അങ്ങനെ 10,000 രൂപയുടെ ബുക്ക് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു. ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5,000 റുപ്യ എന്ത് വന്നിട്ടുണ്ട്? ചിലവുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ഇത് മാത്രം പോരാന്ന്. ഇതിൻ്റെ പ്രപ്പോർഷൻ എന്ത് ചെയ്യണം? അതിൽ ഉൾക്കൊള്ളണം. കോമൺ സെൻസ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരാൾ വന്നിട്ട് ദാമുവിൻ്റെ കടയിൽ നിന്ന് ചോദിക്കുകയാണ്, എത്ര പെന്നുണ്ട് ഇവിടെ? അപ്പോൾ ദാമു പറയും, ഇനി 200 പെന്നുണ്ട്. എത്ര പെന്നുണ്ടായിരുന്നു? 1000. അതിൽ 800 പെന്ന് ഞാൻ എന്ത് ചെയ്തു? വിറ്റു. ബാക്കി എത്ര ഉണ്ട്? 200. അപ്പോൾ ഈ 200 പെന്നിന് ഒരു പെന്നിന് 100 രൂപ വെച്ച് 20,000 എന്നാണോ പറയേണ്ടത്? അല്ല. ഈ പെന്ന് ഇവിടെ എത്താൻ വന്ന കോസ്റ്റ് ഇല്ലേ? ഏത്? ഇങ്ങനെ മനസ്സിലായിക്കോ. കൺസൈനിയുടെ പ്രിമൈസില്ലേ? പ്രിമൈസ് അതോ അവരുടെ ഗോഡൗൺ. ആ ഗോഡൗണിലേക്ക് അവരുടെ ഷോപ്പിലേക്ക് പെന്ന് എത്തിയിട്ട് ഷെൽഫിൽ വെച്ചു. അതുവരെയുള്ള കോസ്റ്റ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്ത് ചെയ്യുക? വാല്യൂ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? കൺസൈനിയുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഏതാണ് ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് വരെ. അപ്പോൾ അൺലോഡിങ് അതിൽ ഉൾപ്പെടില്ലേ? ഇനി പെന്ന് ഇവിടെ ഷോക്കേസിൽ വെച്ചിട്ട് പെന്നിൻ്റെ മുകളിൽ ഇനി എന്ത് എക്സ്പെൻസ് വരും? ആ ബിൽഡിങ്ങിൻ്റെ വാടക വരും, ഇലക്ട്രിസിറ്റി വരും, അത് സെയിൽ ചെയ്യാനുള്ള ചിലവ് വരും, അത് നോക്കാനുള്ള സെയിൽസ്മാൻ്റെ സാലറി വരും. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ആ പെന്നിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊക്കെ എന്ത് എക്സ്പെൻസാണ്? റെക്കറിങ് എക്സ്പെൻസാണ്. നമ്മൾ ഏതേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്? നോൺ, അതാണ് ഇവിടെ പേര് പറഞ്ഞത്, അതാണ് നോൺ റെക്കറിങ് എക്സ്പെൻസ്. അപ്പോൾ അൺലോഡിങ് എടുക്കും. റെൻ്റ് ഓഫ് കൺസൈനി ഷോപ്പ് എടുക്കോ? ഇല്ല. സെല്ലിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനി എടുക്കോ? ഇല്ല. ഓക്കെ അല്ലേ? ബേസിക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലേ സാധനം അല്ലേ? അപ്പോൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ഏതാണ്? കൺസൈനി. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വാല്യൂ നോക്കാം അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി. എത്രയാ? ഇപ്പോൾ ഫസ്റ്റ് ഈ ഭാഗം മാഷ് പറയും 200 യൂണിറ്റാണ്. എന്ത്? 200 യൂണിറ്റ് അത് പെന്ന്. അറ്റ് റുപ്പീസ് എത്ര രൂപ വെച്ച്? 100 വെച്ചിട്ട്. അപ്പോൾ എത്രയാണ്? 20,000. അത് സെറ്റാണ്. ഇനി എന്ത് എക്സ്പെൻസാണ് കൺസൈനർക്ക് വന്നിട്ടുള്ളത്? ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാൻ എത്ര രൂപ വന്നിട്ടുണ്ട്? 2,000. മക്കളെ ശ്രദ്ധിക്കണം, 2,000 എത്ര പെന്നിന് വന്നതാ? 1000. നമുക്ക് എത്ര പെന്നിൻ്റെ വേണ്ടത്? 200. 800 പെന്നിൻ്റെ കോസ്റ്റ് ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞു. അതും കൂടെ ഇവിടെ എടുക്കാൻ പാടുമോ? ഇല്ല. അത് ഇല്ലോജിക്കൽ അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് പറഞ്ഞത് പ്രപ്പോർഷനേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം അതാണ്. ഓക്കെ അല്ലേ? പ്ലസ് പറയും. അപ്പോൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്തത്? ട്രാൻസ്പോർട്ടേഷൻ എമൗണ്ട് എത്രയാ? 2,000. ഇത് എത്ര യൂണിറ്റിന് വേണ്ടി വന്നതാ? 1000. നമുക്കിവിടെ എത്ര യൂണിറ്റിൻ്റെ മതി? 200. അപ്പോൾ എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്താൽ അയ്യോ ഇത് എഴുതേണ്ടത് ഇവിടെ ഇരുന്നു. എത്ര വരും? ചെയ്യുന്നില്ലേ നിങ്ങളുടെ സ്വന്തം കാൽക്കുലേറ്ററിൽ? എത്ര വരും? 400 വരും. പ്ലസ് ഇനി അടുത്തതും കൂടെ ആരുടെയാ? പ്രപ്പോർഷനേറ്റ്. പറയും മക്കളെ, പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനി. കൺസൈനിക്ക് എന്താ എക്സ്പെൻസ് വന്നത്? അൺലോഡ് ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ ഏത് എക്സ്പെൻസ് ഉണ്ട്? സെല്ലിംഗ് ഉണ്ട്. സെല്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ്. റെക്കറി പറഞ്ഞാൽ അറിയുന്നല്ലേ, ആവർത്തിച്ച് വരുന്നത്. പക്ഷെ ഇതെന്തല്ല, നോൺ റെക്കറി. കണ്ട, അൺലോഡ് ചെയ്ത് വെച്ച് ഇനിയുള്ളത് പറ്റില്ല. ഓക്കെ അല്ലേ? ഇപ്പോൾ ഓഫീസിൽ ചായ കൊടുത്തു, ഓഫീസിൻ്റെ റെൻ്റ് കൊടുത്തു, മറ്റ് സെലിബ്രേഷൻ്റെ എക്സ്പെൻസുകൾ, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷൻ, അതൊന്നും പറ്റൂല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 4,000 അല്ലേ? 4,000 എത്ര യൂണിറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ കൊടുത്തത്? 4,000. 1000 എണ്ണത്തിനല്ലേ? നമുക്ക് എത്ര യൂണിറ്റിൻ്റെ വേണ്ടത്? 200 യൂണിറ്റിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ എത്ര വരും മക്കളെ? 800. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും ടോട്ടൽ?
21,200 അല്ലേ? റെസ്പോൺസ് ഇല്ലട്ടാ. 21,200. ഇതാണ് നമ്മുടെ കഥ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടെ നമുക്ക് എന്തായി? എല്ലാ ഡാറ്റയായി. ഇനി നമ്മളിതിൻ്റെ അക്കൗണ്ടിങ്ങിലേക്ക് പ്രവേശിക്കും. ഇത്രയും മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തല്ല ഇതിൻ്റെ അക്കൗണ്ടിങ് എന്താണ് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? യെസ്. ഒന്നും ഞാനിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, അത് പറയാം. എന്തായാലും ഇതിലിപ്പോൾ എഴുതാം. ഇവിടുന്ന് വേണ്ട. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ഉള്ള ഇക്വേഷൻ പറഞ്ഞ മക്കളെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ പ്ലസ് പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനിങ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഗുഡ്സ് കൺസൈനറുടെ പ്രിമൈസിൽ നിന്ന് എങ്ങോട്ട് സെൻഡ് ചെയ്യാൻ? കൺസൈനിയുടെ അവിടേക്ക് സെൻഡ് ചെയ്യാൻ. അപ്പോൾ അതിൽ പലതുണ്ടോ. ഇൻഷുറൻസ് വേണ്ടി വരും. വണ്ടിയിൽ കൊണ്ടുപോകുമ്പോഴേ, ഇപ്പോൾ ടൈലൊക്കെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, അതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ടാവും. ഇപ്പോൾ ടൈലിൽ ഒക്കെ ഉള്ള വണ്ടി എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്ത് മറിഞ്ഞ് കിടക്കണം, നമുക്ക് സങ്കടം തോന്നും അല്ലേ? കുറേ ടൈലൊക്കെ പൊട്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്യുക? യാതൊരു കൂസലുണ്ടാവില്ല, എങ്ങനെ ഇരിക്കണ്ടോ, അയാൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം വണ്ടിക്ക് ഇൻഷുറുണ്ട്, ടൈലിന് എന്തുണ്ട്? ഇൻഷുറുണ്ട്. പിന്നെ ചെറിയ നഷ്ടങ്ങളൊക്കെ വരും, ഈ സാധനം കറക്റ്റ് അവർക്ക് എത്തിക്കാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരും എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ട് എന്തായിരിക്കും? അവർക്ക് ഇൻഷുറൻസ് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ആ ഇൻഷുറൻസ് ആര് കൊടുക്കും? കൺസൈനർ കൊടുക്കും. ആ ഇൻഷുറൻസും ഏതിൻ്റെ ഭാഗമാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യും. പെട്ടെന്ന് ചെയ്യും, മനസ്സിലാക്കി ചെയ്യും. പ്രപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ, പിന്നെ പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. എക്സ്ക്യൂസ് മീ. ഇനി നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയാം. ആരുടെയൊക്കെ ബുക്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും?
നമ്മൾ ഡ്രോവറും ഡ്രോവിയൊക്കെ പറഞ്ഞ പോലെ ഇവിടെ 2 പാർട്ടിയല്ലേ, 2 അക്കൗണ്ടിങ് ചെയ്യണ്ടേ സ്വാഭാവികമായിട്ടും. അപ്പോൾ നമുക്ക് ആരെ ചെയ്യാം? ആദ്യം ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനർ ചെയ്യാം. ഓക്കെ അല്ലേ? എഴുതിക്കോളൂ. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ. ഓക്കെ, എഴുതിയില്ലേ? ഇവിടെ ഇവർ 2 വേണ്ട, പ്രധാനമായിട്ട് 3 അക്കൗണ്ട് ഉണ്ടാക്കും. ഓക്കെ അല്ലേ? 3 അക്കൗണ്ടുകൾ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് നന്നാവും അല്ലേ? സമയം തരാം, വുഡ് ബി നൈസ്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന 3 അക്കൗണ്ടുകൾ ഞാൻ അവിടെ വരയ്ക്കുന്നുണ്ട്. ഒന്ന് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട്, ഡെബിറ്റ്, പിന്നെ ഏതുണ്ട്, ക്രെഡിറ്റ് ഉണ്ടാവും. ഓക്കെ, പറഞ്ഞുതരാം. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഏതക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ നമുക്കറിയാം, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എന്താ കിട്ടുന്നുണ്ടാവുക? പ്രോഫിറ്റോ അല്ലെങ്കിൽ ഏതാണ്, ലോസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? പിന്നെ കൺസൈനർക്ക് ഇപ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനർ ഇവിടെ രാമു അല്ലേ? രാമു ആരായിട്ട് കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ട്? ദാമുവായിട്ടുണ്ട് അല്ലേ? ദാമു പൈസ തരുന്നുണ്ട്, ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി രാമുവിൻ്റെ ബുക്കിൽ ആരുടെ അക്കൗണ്ട് വേണ്ടി വരും? നിർബന്ധമായിട്ടും ദാമു. അപ്പം അടുത്ത അക്കൗണ്ട് ഏതാണ്? ഓക്കെ, കൺസൈനീസ് അക്കൗണ്ട്. ആരാണ് ഇവിടുത്തെ കൺസൈനി? ദാമു ആണ്, ദാമു. ഓക്കെ, അപ്പോൾ അതൊരു ലെഡ്ജർ ഉണ്ടാവും. ഇനി ഒരെണ്ണം വരും, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, എന്നാലും ചിലപ്പോൾ എക്സാമിനൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് കൂടെ വരും. ഏതാ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ഇപ്പുറത്ത് ഞാൻ വിട്ടുള്ളത് ജേണൽ എൻട്രിക്കാണ്. ജേണലില്ലാതെ ലെഡ്ജർ ഇല്ലല്ലോ. അപ്പോൾ ഞാനൊരു ഇതിൻ്റെ ഒരു കണക്ഷൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, ഇറ്റ്സ് ഫോർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം കേട്ടോ. നമുക്കേ റെൻ്റ് കൊടുത്താൽ എന്താ ജേണൽ എൻട്രി? പിന്നെ ഈ റെൻ്റ് എങ്ങോട്ടാണ് പോവുക? റെൻ്റ് അക്കൗണ്ടിൽ പോയിട്ട് ടു ക്യാഷ് എന്ന് എഴുതും, പിന്നെ ലാസ്റ്റ് ക്യാഷിൽ ബൈ റെൻ്റ് എന്ന് എഴുതും, പിന്നെ ഏറ്റവും ലാസ്റ്റ് റെൻ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? റെൻ്റൊക്കെ ഫൈനൽ അക്കൗണ്ട് റെൻ്റ് എവിടെ കാണിക്കുക? P&L അക്കൗണ്ടിലല്ലേ റെൻ്റ് കാണിക്കുക അല്ലേ? അപ്പം എന്താ ജേണൽ എൻട്രി? P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? റെൻ്റ്. ഓക്കെ അല്ലേ? 1000 എന്ന് വിചാരിക്കുക. കുറേ റെൻ്റ് ഉണ്ടാവൂട്ടാ, ഫസ്റ്റ് എൻട്രി കുറേ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ലേ? അപ്പം ഇതല്ല ശരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നു അല്ലേ? ഞാൻ ഒരു പണി പറയട്ടെ, ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനം ഏതാ? റെൻ്റല്ലേ? ആദ്യം റെൻ്റ് വന്നു, പിന്നെയും റെൻ്റ് കൊണ്ട് കട്ട് ചെയ്തൂടെ? അപ്പോൾ റെൻ്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി എഴുതിയ പോലെ, P&L അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലി പറ്റില്ല. പക്ഷെ അങ്ങനെ എഴുതിയാൽ എന്താവും? ഡെബിറ്റും ക്രെഡിറ്റും എന്താവും? സാറ്റിസ്ഫൈഡ് ആവും. എന്നിട്ട് നേരെ P&L അക്കൗണ്ടിൽ എന്തെഴുതിയാൽ മതി? ടു റെൻ്റ് എന്ന് എഴുതിയാൽ പോരെ? അപ്പോൾ നമ്മളെ പണി കുറേ കുറയൂലേ? മനസ്സിലായ? അതേപോലെയാണ് ഇവിടെ. ഓക്കെ അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു എക്സ്പെൻസ് മെറ്റ് ചെയ്ത എൻട്രി എന്താ വരിക? എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. എക്സ്പെൻസ് പിന്നെ എന്ത് ചെയ്യും? നേരെ എവിടെ പോകും? അപ്പം ഞാൻ ഇതിൽ പറയണത് റെൻ്റാന്ന് വിചാരിച്ചോ. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അപ് ടു ഏതാണ്? ക്യാഷ്. കറക്റ്റാണ്. ഇനി അടുത്ത പരിപാടി എന്താ? ഈ എമൗണ്ട് P&L പകരം ഇവിടെ ഏത് അക്കൗണ്ടാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എഴുതി, പിന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു റെൻ്റ് എഴുതി. റെൻ്റ് വെട്ടിപ്പോയാൽ എൻട്രി എന്താ വരാം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തെഴുതിയാൽ മതി? ടു ക്യാഷ് എഴുതിയാൽ മതി. എന്നിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം? റെൻ്റ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ?
അപ്പോൾ നമ്മൾ ജേണൽ എഴുതി, ലെഡ്ജർ എഴുതി, ട്രയൽ ബാലൻസ് എഴുതി, ട്രേഡിംഗ് പി എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എഴുതുന്നതിന് പകരം ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, ജേണലിൻ്റെ ഇടയിലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഡയറക്റ്റ് ജേണൽ എഴുതിയിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഫൈനൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതേപോലെയാണ് ഇവിടെ. അങ്ങനെ ആലോചിച്ചാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു, എന്ത് എക്സ്പെൻസ് കൊടുത്താലും ഇവിടുത്തെ എൻട്രി എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ്റെ എൻട്രി കിട്ടി, എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ട്രാൻസ്പോർട്ടേഷൻ്റെ എൻട്രി എന്താ, ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് അപ് ടു ക്യാഷ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, ഇവിടെ ട്രേഡിംഗ് പി എൽ അക്കൗണ്ട് പകരമുള്ളത് ഏതാ, കൺസൈൻമെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കട്ട് ചെയ്ത എൻട്രി എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചൂടെ? അപ്പോൾ എളുപ്പമല്ലേ? ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ, ആര് പൈസ കൊടുത്തു, ഒരു എമൗണ്ട് ആര് കൊടുത്തിട്ടുണ്ട്, ആളാരാ, ദാമു 4000 റുപ്യ കൊടുത്തില്ലേ, ഇതിൻ്റെ എൻട്രി എന്താവും, ഇത് എക്സ്പെൻസാണ്. ഓക്കെ അല്ലേ? എന്താ എക്സ്പെൻസിൻ്റെ പേര്, അൺലോഡിങ്. ഇത് ആരുടെ എക്സ്പെൻസാണ്, ദാമുവിൻ്റെ ആണോ രാമുവിൻ്റെ ആണോ? ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയണത്, ബിഹാഫ് ഓഫ് ആരാ, രാമു. അപ്പോൾ ആരുടെ എക്സ്പെൻസാണ്, രാമുവിൻ്റെ. അപ്പോൾ രാമുവിൻ്റെ ബുക്കിൽ ഇതൊരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ അൺലോഡിങ് ചാർജ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതാൻ പറ്റുമോ? വൈ? രാമു ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ രാമുവിന് വേണ്ടി ആര് കൊടുത്തിട്ടുണ്ട്, ദാമു. അപ്പോൾ രാമുവിന് ഈ പൈസ ആർക്ക് കൊടുത്താൽ മതി, ദാമു. അപ്പോൾ രാമുവിൻ്റെ ദാമു എന്താണ്, ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. എൻട്രി എന്താ വരിക, അൺലോഡിങ് ചാർജ് അക്കൗണ്ട് അപ് ടു ദാമു. പുറിഞ്ഞതാ? ഞാൻ റിപ്പീറ്റ് ചെയ്യണം, കിട്ടിയില്ലേ? അൺലോഡിങ് ചാർജ് അക്കൗണ്ട് അപ് ടു ദാമു. എന്തിനാ ദാമുവിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം, ദാമുവിന് പൈസ ആര് കൊടുക്കണം, രാമു. ദാമു ലയബിലിറ്റിയാണ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്ത എൻട്രി എന്താ, ഈ അൺലോഡിങ് എവിടെയൊക്കെ പോവുക, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്കല്ലേ. അപ്പോൾ അടുത്ത എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ഏതാണ്, അൺലോഡിങ് അല്ലേ. അൺലോഡിങ് കൊണ്ട് വെട്ടിക്കൂടെ? അപ്പോൾ എൻട്രി എന്ത് വരും, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ദാമു, അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു കൺസൈനി. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്പെൻസ് സ്വന്തം കയ്യിൽ നിന്ന് പോയ എൻട്രി എന്താ പറഞ്ഞേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അടുത്തേതാ, മറ്റാൾ കൺസൈനി എക്സ്പെൻസ് മെറ്റ് ചെയ്ത എൻട്രി എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു. അപ്പം ഒരു പിക്ചർ കിട്ടിയില്ല. നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. ഇവിടുത്തെ ജേണൽ എൻട്രി എഴുതാനുള്ള സ്പേസാണ് ഇവിടെ. ഓക്കെ അല്ലേ? ഓരോ ജേണൽ എൻട്രി 1 by 1 ആയിട്ട് എഴുതാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ കണ്ട, നമ്പർ 1 അങ്ങനെ തന്നെ എടുക്കുക. നമ്പർ 1 എടുത്തോ. നമ്പർ 1 എന്തായിരുന്നു, ഞാൻ എഴുതിയത് അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. പറയും മോളെ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അല്ലേ. എത്രയുള്ളത്, ഗുഡ്സ് സെൻഡ് ടു ആർക്കാണ്, ദാമുവിന്. എത്ര ഉണ്ട്, ദാമുവിന് എത്ര രൂപയുടെ ഗുഡ്സാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്, മൊത്തം 1000 × 100 എത്രയും 10000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻട്രി പറയട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊരു എക്സ്പെൻസ് അല്ലേ? ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഡെബിറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചോട്ടാ, അടിപൊളി എൻട്രിയാണ്. ഇതൊന്നും നിങ്ങൾ പഠിച്ചു നോക്കേണ്ടി വരും. എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ആ സിറ്റുവേഷൻ എഴുതുക. ഏതാ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇതാണ് ഗുഡ്സ് സെൻഡ് ചെയ്താലുള്ള എൻട്രി. ഓക്കെ അല്ലേ? നരേഷൻ എന്താ എഴുതേണ്ടത്, നിങ്ങൾ എഴുതിയാൽ മതി. ബീങ് ഗുഡ്സ് സെൻഡ് ടു ആർക്കാണ്, ദാമു. ഓൺ ഏത് ബേസിൽ, കൺസൈൻമെൻറ്റ് ബേസിസ്. ഓക്കെ അല്ലേ? ഞാനത് ഫില്ല് ചെയ്യുന്നില്ല, ഇനി അതിനുള്ള സ്ഥലമല്ല ഇവിടെ. എത്ര രൂപയുടെ ഗുഡ്സാണ് സെൻഡ് ചെയ്തത്, മൊത്തം 1000 പെന്ന്. ഒരു പെന്നിന് 100 രൂപ വെച്ച് 10000 രൂപയുടെ ഗുഡ്സ്. ഒരു ലക്ഷം. ഓക്കെ, ശരിയാ, സോറി, 1 ലക്ഷം. ഇവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാവും ചിലപ്പോൾ, സർ ഇവിടെ കൺസൈനറായ ദാമുവിനല്ലേ 1 ലക്ഷം റുപ്യയുടെ സാധനം ഉണ്ടാക്കിയത്, എന്നിട്ട് ദാമുവിൻ്റെ പേര് ഇവിടെ എവിടെ ഇല്ലല്ലോ എന്ന് ഡൗട്ട് ഉണ്ടാ? ദാമുവിൻ്റെ പേര് ഇവിടെ ഉണ്ടാ? ദാമു അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വൈ? ദാമു ആരോട്? രാമുവിനോട് കടപ്പെട്ടിട്ടൊന്നുമില്ല. എപ്പോഴാണ് കടപ്പെട്ടത്?
സെയിൽ ചെയ്ത് ആ പൈസ ആർക്ക് കൊടുത്താൽ മതി? രാമുവിന് കൊടുത്താൽ മതി. അപ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആരുടെ പേര് എഴുതാൻ പറ്റില്ല? കൺസൈനീനെ കാണിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? പക്ഷേ എക്സ്പെൻസ് മെറ്റ് ചെയ്ത് ആരെ കാണിക്കാം? കൺസൈനീനെ കാണിക്കാം. കാരണം അത് ആർക്ക് വേണ്ടി? കൺസൈനർക്ക് വേണ്ടി കൺസൈൻ എന്ത് ചെയ്ത് എക്സ്പെൻസ് മെറ്റ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എൻട്രി പഠിച്ചേക്ക് എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എത്ര? അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണ്ടേ? 2. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? 2 ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര എമൗണ്ട് വരുന്നത്? 1 lakh. മക്കളെ ഇതുപോലെ ഒരു അക്കൗണ്ട് അടിയിലുണ്ട്. ഏതാ? ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അതിലെന്ത് എഴുതണം? ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. എപ്പോഴും ജേണലിൽ നിന്നാവട്ടെ പോസ്റ്റിംഗ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ സാധനം ചിലപ്പോൾ വേറെ രീതിയിൽ പഠിപ്പിക്കാം. എന്താ? ഇന്ന സാധനം ഡെബിറ്റ് ചെയ്യുക, ഇന്ന സാധനം ഡെബിറ്റ് ചെയ്യുക വേണ്ട. ഓക്കെ അല്ലേ? നമുക്ക് ജേണലിൽ നിന്ന് മതി എങ്ങോട്ട് വരില്ല പോസ്റ്റിംഗ്. അങ്ങനെ തന്നെ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പറയും. രണ്ടാമത്തെ 1 കഴിഞ്ഞു. 2000 രൂപ ആര് കൊടുത്തു? രാമുവിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു. ഇനി സ്പീഡാക്കട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. നമ്പർ 2 ഇതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അപ്പോൾ കൺസൈൻമെൻറ്റിനെ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക? സെയിൽ ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ പറഞ്ഞ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്ര എമൗണ്ട് വരുന്നത്? 2000. നേരെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? 2 ക്യാഷ് 2000. ഓക്കെ അല്ലേ? വേറെ ഇവിടെ ക്യാഷ് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ഇവിടെ ക്യാഷൊക്കെ ഉണ്ടാവും ഇവർക്ക്. പക്ഷേ അത്രയും ഡെപ്തിൽ നമുക്ക് ക്യാഷൊക്കെ പോയിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കാം. അതൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ അറിയുന്ന സാധനമല്ലേ. അതെന്നെ ഇപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ സ്പെഷ്യലി ഉള്ള സാധനം മാത്രം ഇവിടെ എന്ത് ചെയ്താൽ ഡിസ്കസ് ചെയ്താൽ. മൂന്നാമത്തത് വായിക്കൂ. എന്താ? ദാമു 4000 രൂപ അൺലോഡിങ്ങിന് വേണ്ടി കൊടുത്തില്ലേ? അപ്പോൾ എൻട്രി നമുക്കറിയാം. എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ദാമു കൊടുത്താലും രാമു കൊടുത്താലും എക്സ്പെൻസൊക്കെ ആരുടെ എക്സ്പെൻസാണ്? രാമുവിൻ്റെ. അപ്പോൾ എക്സ്പെൻസുകളൊക്കെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് എത്രയാ? 4002. കയ്യിൽ നിന്നല്ല കൊടുത്ത്. ആരാ കൊടുത്ത്? ദാമു ആണ് രാമുവിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ ദാമുവിന് പൈസ കൊടുക്കണം. ദാമു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും. 2 ഏതാ? ദാമു അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 4000. ഓക്കെ അല്ലേ? ക്ലിയർ? പോസ്റ്റ് ചെയ്യണ്ടേ? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് പറഞ്ഞെഴുതണം? 2 ദാമു 4000. നോക്ക്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അല്ലേ? അതിൽ നോക്കി നോക്ക്. 1 ലക്ഷം രൂപ എക്സ്പെൻസ് ആണ് അല്ലേ? ഈ പൈസ ആരാണ്? ഈ എക്സ്പെൻസ് എങ്ങനെ ആവുക? ഈ 1 ലക്ഷം സാധനം അവർ പർച്ചേസ് ചെയ്തല്ലേ? പർച്ചേസ് എക്സ്പെൻസ് അല്ലേ? എന്നിട്ട് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്താലും അത് പർച്ചേസ് തന്നെ അല്ലേ? അതേപോലെ ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടി 2000. പിന്നെന്താണ്? ദാമു അവിടെ അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയായി? 4000. അങ്ങനെ ടോട്ടൽ ഇപ്പം എത്ര ഉണ്ട്? 1 ലക്ഷത്തി എത്ര? 6000. ഞാൻ ഒരു രസം പറഞ്ഞേ. 1,06,000 അടിച്ചേ. ഡിവൈഡഡ് ബൈ അടിയേ 1000 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 200. 200 എത്ര വരും? 21 എന്നല്ലേ ഇപ്പം ഇത് അല്ലേ? ക്ലിയർ? ഇവിടെയൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി അങ്ങനെ അപ്പോൾ അങ്ങനെ എഴുതിയാൽ പോരെ സാറേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ വേണം നമുക്ക്. ചില സമയത്ത് അത് എന്ത് ചെയ്യില്ല, വർക്കാവില്ല. പിന്നെ വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ വേണ്ടി വരും മാർക്ക് കിട്ടാനൊക്കെ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ആയിക്കോട്ടെ, പോസ്റ്റ് ചെയ്യല്ലേ. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ 2 ദാമു എഴുതി. ഇനി ദാമുവിൻ്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണ്ടേ? ദാമുവിൻ്റെ അക്കൗണ്ടിൽ എന്തെഴുതണം? ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? ഓക്കെ അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താ? ദാമുവിന് നമ്മളൊരു ക്രെഡിറ്റ് കൊടുത്തു അല്ലേ? എൻ്റെ മീനിങ് എന്താ? ദാമുവിന് നമ്മൾ 4000 രൂപ അങ്ങോട്ട് കൊടുക്കണം. യെസ്. അപ്പോൾ ദാമുവല്ല നമ്മുടെ സാധനം കൊണ്ടുപോയുള്ളത്. ദാമുവിനല്ല താല്പര്യം. ആർക്കാ? രാമുവിൻ്റെ താല്പര്യം. ദാമു പറഞ്ഞ എനിക്ക് റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. അപ്പോൾ രാമു പറഞ്ഞു ഈ ഒരു റിസ്ക് കൊടുക്കണ്ട, വിറ്റാൽ മാത്രം പൈസ തന്നാൽ മതി. കണ്ട? അപ്പോൾ ഫുൾ റിസ്ക് ആരുടെ കയ്യില? രാമുവിൻ്റെ കയ്യില. അല്ല, രാമുവിൻ്റെ കയ്യിൽ തന്നെ. ഓക്കെ. പോയിന്റ് നമ്പർ 3 കഴിഞ്ഞു. ഏതാ? 4 വേഗം നോക്ക്. 4 സെയിൽ ചെയ്തു അല്ലേ?
ഓക്കെ അല്ലേ? എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്? 1,60,000 മക്കളെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 4 കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്താണ്? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്തെഴുതേണ്ടത്? 2 എന്തെഴുതണം? പറയും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എത്ര വരെ? 1,00,000. ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടി വരിക? ആരത് വിറ്റത്? ഇപ്പം ആ പൈസ ആരുടെ കയ്യിലാണ് ഉള്ളത്? അപ്പോൾ രാമുവിന് ആ പൈസ തരണ്ടേ? രാമുവിനെ സംബന്ധിച്ചിടത്തോളം ദാമു ഇപ്പം എന്താണ്? അസറ്റാണ്. എടാ, ഞാനൊരു സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്തു? വിൽക്കാൻ വേണ്ടി തന്നു. നിങ്ങൾ ആ സാധനം വിറ്റു. ഇപ്പം പൈസ നിങ്ങളുടെ കയ്യിലല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്ക് പൈസ തരാനുള്ള ആളല്ലേ? അപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആരെ ഡെബിറ്റ് ചെയ്യണം? കൺസൈനീനെ. അപ്പോൾ എൻട്രി കാണാപ്പാടം പഠിക്കുമ്പോൾ എങ്ങനെ എഴുതുക? കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈൻമെൻറ്റ്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആരാ? ദാമു അല്ലേ? ദാമു അക്കൗണ്ട് ഡെപ്റ്റർ 1,60,000 ടു ഏതാണ്? കൺസൈൻമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദാമുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? 2 പറയും. കൺസൈൻമെൻറ്റ് എത്ര? 1,60,000. നോക്കി നോക്കൂ, കൺസൈനിയായ ദാമുവിൻ്റെ അക്കൗണ്ടിൽ ഇപ്പം എന്താ? 4,000 രൂപ ദാമു ഇങ്ങോട്ട് തരാനായിരുന്നു അല്ലേ? ചെത്തിക്ക് പോയി. 4,000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനേ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാനല്ലേ? ഇപ്പൊ അയാൾ എത്ര തരാനുണ്ട്? 1,60,000. ഇനി ദാമു നമുക്ക് എത്ര തന്നാൽ മതി? 1,50,000. ശരിയല്ലേ? അല്ലേ? ഓക്കെ. വിറ്റ പൈസ 1,60,000 ഉണ്ട്. ഈ സാധനം നമുക്ക് വേണ്ടിയിട്ട് ഒരു 4,000 റുപ്യ ആര് ചെലവഴിച്ചിട്ടുണ്ട്? അപ്പോൾ ആര് വിളിക്കും? ദാമു വിളിച്ച് പറയും, സാധനം സെയിൽ ചെയ്തിട്ടുണ്ടാ 1,60,000 റുപ്യ ഉണ്ട് പറയും. അപ്പോൾ രാമു പറയുന്നത്, എന്നാൽ പെട്ടെന്ന് സെൻഡ് ചെയ്ത് 1,60,000. ഓടെ ചെക്ക, ഞാൻ നിനക്ക് വേണ്ടി 4,000 രൂപ ചെലവഴിച്ചിട്ടില്ലേ? അത് കുറച്ചോ എത്രയും നിനക്ക് സെൻഡ് ചെയ്യുള്ളൂ? 1,54,000. അത് ആക്ച്വലി സെൻഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ട്രാൻസാക്ഷനിൽ 1.10 സെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ? കുറച്ച് പൈസ അല്ലേ, അങ്ങോട്ടൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും, കറക്റ്റ് കൊടുക്കുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ദാമുവിൽ എഴുതി. ഇനി എവിടെ എഴുതണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തെഴുതണം? ബൈ ദാമു അല്ലേ? എങ്ങനെ തന്നെയല്ലേ എഴുതാ? നിങ്ങൾ നോക്കൂ മക്കളെ, ഒരു ട്രേഡിങ് അക്കൗണ്ട് തന്നെയല്ലേ ഇപ്പം ഇത് അല്ലേ? ഈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് നമുക്ക് എന്തിനോട് ഉപമിക്കാം? പർച്ചേസിനോട് ഉപമിക്കാം. ഇതൊക്കെ എന്ത് എക്സ്പെൻസായിട്ട് ഉപമിക്കാം? ഡയറക്റ്റ് എക്സ്പെൻസായി. ദാമു എഴുതിയത് ഇത് എന്താ ഉദ്ദേശിച്ചത്? സെയിൽസാണ്. ഓക്കെ അല്ലേ? ഇതിന് ഞാൻ നല്ലൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞു തരട്ടെ. സെയിൽസിൻ്റെ സാധാരണ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഒരു ക്യാഷ് അല്ല, ക്രെഡിറ്റിന് ഒരാൾക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലേ? പിന്നെ സെയിൽസ് എങ്ങോട്ടാ പോവുക? ട്രേഡിംഗ് അക്കൗണ്ടിലല്ല. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ? അല്ല മക്കളെ, ഇതിൽ സെയിൽസിനെ കട്ട് ചെയ്ത എൻട്രി എന്താ വരാം? ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ട്രേഡിംഗ് അല്ലേ? എങ്ങനെ എഴുതിക്കൂടെ മക്കളെ? ഇവിടുത്തെ ഡെപ്റ്റർ ആരാണ്? കൺസൈനി. ഇവിടുത്തെ ട്രേഡ് അക്കൗണ്ടിന് പകരം ഏതാ? കൺസൈൻമെൻറ്റ്. അപ്പോൾ സെയിൽ ചെയ്ത ഇവിടുത്തെ എൻട്രി എന്താ? കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ്. ഓക്കെ അല്ലേ? കണ്ട കണക്ഷൻ കിട്ടിയില്ലേ? വളരെ ബേസിക് സാധനം. അവിടുത്തെ പണി കുറയ്ക്കുക ചെയ്തുള്ളത്. ഇത് പണി എന്തല്ല കൂട്ടല്ല, പക്ഷെ ചിന്ത എന്ത് ചെയ്യണം? കൂടണം. ഓക്കെ അല്ലേ? മറ്റൊടുത്ത് പണി എന്ത് ചെയ്യും? കുറേ ഉണ്ടാവും, ചിന്ത കുറച്ച് മതി. ഇവിടെ എന്ത് വേണം? ചിന്ത കൂട്ടിയാൽ മതി, പണി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തേതാ? വായിക്കുക. 4 കഴിഞ്ഞ് 5-ാമത്തെ നമ്പർ ഇതല്ലേ? 3,000 റുപ്യ സെല്ലി എക്സ്പെൻസ് അല്ലേ? എന്താ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് എക്സ്പെൻസ്? ആർക്ക് കൊടുത്ത? ആർക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? ദാമു രാമുവിന് വേണ്ടി. അപ്പം എൻട്രി രാമുവിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടില്ല. ഏത് മോളെ? ദാമുവിൻ്റെ പോസ്റ്റ് ചെയ്തില്ല? 1,60,000 ചെയ്തു. മറ്റൊടത്തും പോസ്റ്റ് ചെയ്തു. മിസ് ചെയ്തല്ലോ. ഓക്കെ. അടുത്തത് 5. 5-ാമത്തെ ഏതാ മക്കളെ? സെല്ലി എക്സ്പെൻസാണ്. എക്സ്പെൻസാണ്. ആരുടെ എക്സ്പെൻസാണ്? എല്ലാ എക്സ്പെൻസും ആരുടെ? രാമു കൺസൈനറെ. എല്ലാ എക്സ്പെൻസും അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ? എവിടെ ഡെബിറ്റ് ചെയ്യും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണ്? ദാമു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. എമൗണ്ട് എത്രയാ? 3,000.
കൺസൈൻമെൻ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ദാമു, വീണ്ടും ദാമു അല്ലേ? എത്ര എമൗണ്ട് വന്ന്? 3000. ഇനി ഇതിങ്ങനെ കണ്ട ഈ ദാമു ഏതാന്നൊക്കെ എഴുതി വെക്കാം. ഇത് ഏതിനാണ്? അൺലോഡിങ് പൈസ അടിച്ചതാണ് ഇത് അൺലോഡിങ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം, എക്സാമിന് വേണമെന്നില്ല. ദാമു വീണ്ടും എഴുതിയ എന്താ? ദാമു ഇത് എന്തിനാ കൊടുത്തതാണ്? സെല്ല് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. ഓക്കെ അല്ലേ? ഈ സെല്ല് എക്സ്പെൻസ് എവിടെ എടുക്കൂല? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എടുക്കൂല. പക്ഷെ അത് എക്സ്പെൻസ് ആണ്. ആരുടെ? കൺസൈനറെ. ആരടച്ചിട്ടുള്ളതാണ്? കൺസൈനി അടച്ചിട്ടുള്ളത്. അപ്പോൾ ദാമുവിൻ്റെ അക്കൗണ്ടിൽ ഇനി ഇത് പോസ്റ്റ് ചെയ്യണ്ടേ? 3000. ദാമുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ കൺസൈൻമെൻറ്റ് 3000. അടുത്തേതാ? 5 കഴിഞ്ഞ്. ഇത് കഴിയാൻ പോട്ടാ. 6ാമത്തെ ഏതാ? ദാമു എൻ്റെ ആയിട്ടുള്ള കമ്മീഷൻ എത്രയാണ്? 10% ഓൺ സെയിൽസ്. ക്ലിയർ അല്ലേ? 5, 6. ചോദിക്കട്ടെ, ദാമുവിന് ഇതൊരു ഇൻകമാണ്, കമ്മീഷൻ. പക്ഷെ രാമുവിന് ഇതെന്താണ്? എക്സ്പെൻസാണ്. എക്സ്പെൻസ് വന്നാൽ എവിടെ ഡെബിറ്റ് ചെയ്യണം? കൺസൈൻമെൻ്റ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താ? കൺസൈൻമെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ? ദാമു. ഓക്കെ അല്ലേ മക്കളെ? ഇതിലൊക്കെ നരേഷൻ എഴുതാൻ മറക്കരുത്. എന്തെഴുതണം? ബീയിങ് എന്താണ്? കമ്മീഷൻ ഡ്യൂ, പെയ്ഡ് അല്ല, ഡ്യൂ ടു ആർക്കാണ്? കൺസൈനി. ആർക്കാ? ദാമുവിന്. എത്ര എമൗണ്ട്? കമ്മീഷൻ്റെ എമൗണ്ടൊക്കെ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? 16,000. കുഴപ്പമില്ലല്ലോ, പ്രശ്നം മനസ്സിലായില്ലേ? ഓക്കെ, കമ്മീഷൻ. അപ്പോൾ ദാമു ആരാവും? അപ്പോൾ രാമുവിൻ്റെ ആരാണ് ദാമു എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അസറ്റോ പിന്നെ ഇതാവും ലയബിലിറ്റിയോ മാറി വരും. അതിൻ്റെ നെറ്റ് എമൗണ്ട് നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? ദാമുവിൻ്റെ അക്കൗണ്ട് വരച്ചില്ലായിരുന്നു പറ്റും. അപ്പോൾ ഈ 16,000 കൺസൈൻമെൻ്റ് അക്കൗണ്ടിൽ എന്തെഴുതണം? വീണ്ടും ആര് വന്നു? ദാമു വന്ന് 16,000. ദാമുവിൻ്റെ അക്കൗണ്ടിൽ എന്തെഴുതണം? ബൈ പറയണട്ടാ, കൺസൈൻമെൻ്റ് എത്രയാ? 16,000. ഓക്കെ, കഴിഞ്ഞാ? 7 അല്ലേ? 1,10,000 റുപ്യ രാമു അയച്ചു മക്കളെ. 6, 7. ആരാ അയച്ചത്? ദാമു. അപ്പോൾ രാമുവിൻ്റെ പൈസ എന്ത് ചെയ്യും? കൂടും. ക്യാഷ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 1,10,000. ആരാണ് അയച്ചത്? ദാമു. അപ്പോൾ ദാമു എന്നുള്ള ലയബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ 2 എന്താണ്? ദാമു അല്ലേ? ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. ഒരാൾ പൈസ അയച്ചാൽ ആരാ ഇപ്പോൾ നമുക്ക് തരാനുള്ള ഒരാളാണല്ലോ പൈസ അയക്കേണ്ടാവുക, അല്ലാതെ വെറുതെ അയക്കില്ലല്ലോ. അപ്പോൾ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ദാമു. ഡൗട്ടുണ്ടോ? ലയബിലിറ്റി കൂടുമ്പോഴും ക്രെഡിറ്റ് ചെയ്യുക, അസറ്റ് കുറയുമ്പോഴും എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അസറ്റ് എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട് അല്ലേ? അവിടെ അസറ്റ് എന്താ ചെയ്യുന്നുള്ളത് മോളെ? ഇവിടെ അസറ്റ് എന്താ ചെയ്തിട്ടുള്ളത്? കുറേ ചെയ്തിട്ടുള്ളത്. ഇവിടെ അസറ്റ് എന്താ ചെയ്തിട്ടുള്ളത്? കുറേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഡെപ്റ്റർ പൈസ വരുമ്പോൾ എൻട്രി എന്താടാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ തന്നെയല്ലേ? അതന്നെയല്ലേ ഇതും? 1,10,000. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ദാമു അക്കൗണ്ട് ഉണ്ട്. അതിൽ എന്തെഴുതണം? ദാമു അക്കൗണ്ട് ഇവിടെ അല്ലേ? ബൈ ക്യാഷ് എത്ര? 1,10,000. ഞാൻ ഈ അക്കൗണ്ടുകളൊക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് തരാം. 8ാമത്തെ ലാസ്റ്റ് എൻട്രി അല്ലേ? എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക്. എത്ര രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്? 21,200. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതേണ്ടത്? ഇത് ട്രേഡ് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ അല്ലേ എഴുതേണ്ടത് അല്ലേ? ഇവിടെ നമുക്ക് എത്ര? 21,200 അല്ലേ? നമുക്ക് ഇങ്ങനെ പറഞ്ഞു എഴുതാം, ബൈ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ്. ഇങ്ങനെ എഴുതിയാൽ മതി. എത്ര എമൗണ്ട്? 21,200. ഓക്കെ അല്ലേ? നമുക്കിതിനൊക്കെ വർക്കിംഗ് നോട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് വന്ന കാരണം എളുപ്പമായി. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി എന്താ ഇവിടെ? സ്റ്റോക്ക് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നതിന് പകരം എന്ത് എഴുതണം? സ്റ്റോക്ക് ഓൺ കൺസ്യൂമർ. എന്താ അങ്ങനെ? ഇയാൾക്ക് ഈ പറയുന്ന പെന്ന് വിറ്റ ആളില്ലേ, അയാൾ ഈ രാമു ഇല്ലേ, രാമു ദാമുവിന് മാത്രമാണോ സെൻഡ് ചെയ്ത് കൊടുക്കുക? രാമുവിൻ്റെ പണി ഇതാണ്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസ്യൂമൻറ്റിൻ്റെ പരിപാടിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പല ആളുകൾക്ക് എന്ത് ചെയ്യും? ഇന്നത്തെ കാലത്തൊന്നും പറ്റൂല, ട്രസ്റ്റഡ് ആവില്ല, പൂട്ടിപ്പോരേണ്ടി വരും. പറയാം എന്തുണ്ടാവുക? കൺസൈനർ സാധനം സെൻഡ് ചെയ്ത് കൊടുക്കും, കൺസൈനർ വിൽക്കും, പൈസ ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. ഓക്കെ അല്ലേ? ഇന്നൊന്നും എന്ത് ചെയ്യില്ല, പോസിബിൾ ആവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ഭയങ്കര സ്വഭാവം പറയും, റയറായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവും. പിന്നെ പുതിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യും? പിടിച്ച് നിൽക്കാൻ വേണ്ടി, മാർക്കറ്റ് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പരിപാടികളുണ്ടാവും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ദാമുവിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടണമെന്ന് വിചാരിക്കും. ഒരു പർട്ടിക്കുലർ കമ്പനി എന്ത് ചെയ്യണം? മൊബൈൽ ഫോൺ ഗുഡ്സ് ആൻഡ് ഓൺ കൺസ്യൂമറിലാണ്, അതിന് നല്ല കമ്മീഷൻ ഉണ്ടാവും.
അപ്പോൾ മൊബൈൽ വിൽക്കുന്ന ആളാണ് ഒരു ദാമുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളൊരു ഫോൺ മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ അയാൾ പറയുന്നത് ഈ കമ്പനി ഇല്ലേ, ഈ കമ്പനി സൂപ്പറാണ് പറയും. ഓക്കെ അല്ലേ? പറ്റ പരാജയമാവും ചിലപ്പോൾ, പക്ഷെ അവരെന്ത് പറയും, ഇതെടുത്തോ ഒന്നും നോക്കണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് പല സാധനങ്ങളും നമ്മൾ എടുക്കാറുണ്ട്, പണി കിട്ടാറില്ലേ ഷോപ്പുകാരൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാതെ അവർ പറയില്ല, നല്ല പ്രൊഡക്റ്റുകൾക്ക് നല്ലതെന്ന് പറയാൻ പറ്റും. അല്ലാതെ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, പണി കിട്ടും. ഓക്കെ അല്ലേ? ഈ മൈജിറ പേരിലൊക്കെ ഇതൊക്കെ വന്നിരുന്നു ഇപ്പോൾ അടുത്തൊരു സാജൻ സക്കറി എന്തോ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തോ ഓഫർ കൊടുത്ത് പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ കുറേ പെർസ്പെക്റ്റീവാണ്. ചിലടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അവരെ പോലുള്ള ആളുകളൊന്നും വല്ലാതെ അങ്ങനെ കളിക്കൂല. അങ്ങനെ വരെ ടോവിനോനും മോഹൻലാലിനും ഇവരൊക്കെ വെച്ച് പരസ്യം ചെയ്യണമല്ലോ, മഞ്ജു വാര്യരൊക്കെ. എന്തേലൊക്കെ പിശക് പറ്റിയിട്ടുണ്ടാവും പറയാം, അതിൻ്റെ മുകളിൽ പിടിച്ച് കയറുന്നാവും, അറിയില്ല, എന്തോട്ടെ. അപ്പോൾ ഇതിനൊരു എൻട്രി ഉണ്ടല്ലോ അവിടെ, എന്താ, സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. എട്ടാമത്തെ പറഞ്ഞേ, സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പറയും കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത്? 21. ഓക്കെ അല്ലേ? ഇത് ഇനി വേറെ എവിടെയെങ്കിലും ചെയ്യണ്ട. സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു, എല്ലോ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആദ്യം അതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ഇൻകം സൈഡാണ് കൂടുതൽ അല്ലേ? എത്ര വരും? 1,60,000 പ്ലസ് 21,200, അപ്പോൾ 1,81,200. 1,81,200 നിന്ന് ഇതൊക്കെ 1 by 1 ആയിട്ട് ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, എത്ര കിട്ടും പറയും? 56,200. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. എവിടേക്കാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താ അങ്ങനെ പറയുന്നതെന്നല്ലേ? നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈ രാമുവിന് എന്തുണ്ടാവും? ഒരു ജനറൽ P&L അക്കൗണ്ട് ഉണ്ടാവും. അതിൽ നിന്ന് ബൈ ഏതാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ആരുമായിട്ടുള്ള കൺസൈൻമെൻറ്റാണ് ഇത്? ദാമു. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എത്രയെന്ന് പറഞ്ഞത്? 56,200. അതേപോലെ ഇയാൾക്ക് വീണ്ടും വേറെ ആളുകളുമായിട്ട് എന്തുണ്ടാവും? കൺസൈൻമെൻറ്റ് ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കോയക്ക് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 60,000. കണ്ടാ? അങ്ങനെ പല ആളുകൾക്കും സെൻഡ് ചെയ്ത പല കൺസൈനിക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കൺസൈനിക്ക് ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. മനസ്സിലായ? 10 പേരുണ്ടെങ്കിൽ അപ്പോൾ എത്ര കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഉണ്ടാവും? 10. എല്ലാത്തിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റൊക്കെ കൂടെ കൂട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഒരു പ്രോഫിറ്റ് അയാൾക്ക് കിട്ടൂലേ? ഇതാണ് ആരുടെ നെറ്റ് പ്രോഫിറ്റ്? രാമുവിൻ്റെ റിയൽ നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് ഇതൊന്നും വരക്കേണ്ടതൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതി വെക്കാം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കൺസൈൻഡ് അക്കൗണ്ടിലേക്ക് പൊക്കൂടെ? നിങ്ങളിതിൽ നോക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ? ഡെബിറ്റിലാണ് കൂടുതൽ. അതിൻ്റെ മീനിങ് എന്താ? രാമു നമുക്ക് എത്ര രൂപ തരണമായിരുന്നു? 1,60,000. ഡെബിറ്റ് പറയുമ്പോൾ അസറ്റ് അല്ലേ? പക്ഷേ അയാൾ എന്ത് 1,10,000 രൂപ ക്യാഷായിട്ട് തന്നു. പിന്നെ അടുത്ത് കമ്മീഷൻ വകയിലുള്ള 16,000 അയാൾ തരണോ? വേണ്ട, അത് കുറച്ചുകൂടെ. അതേപോലെ 3,000 എന്താണ്? അയാൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുത്തതാണ്? സെല്ലി എക്സ്പെൻസ് കൊടുത്ത, അത് കുറച്ചുകൂടെ. പിന്നെ 4,000 എന്താണ്? അൺലോഡ് ചെയ്താണ്. ബാലൻസ് എത്ര വരും? 27,000. 1 മിനിറ്റ്. എത്ര എമൗണ്ട് വരാം? 27,000. ഈ 27,000 എന്ത് ചെയ്യണം? ബാലൻസാണ്. ഇത് ആര് തരാനുള്ളതാണ്? ദാമു തരാനുള്ളതാണ്. ഒരു അസറ്റാണ്. അപ്പോൾ ശരിക്കും എത്ര തരാണ്ടായിരുന്നു? 1,60,000. അതിൽ പല എമൗണ്ട് തന്ന് ചിലത് എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിട്ട് എത്ര തന്നാൽ മതി? 27,000. ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഇതേപോലെ ഇനി ആരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം? രാമുവിൻ്റെ. രാമു ആരുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാടാ? അപ്പോൾ ദാമുവിന് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇയാൾ എനിക്ക് എത്ര തരാനുള്ളത്, രാമു എനിക്ക് എത്ര തരാനുള്ളത്, അല്ലെങ്കിൽ രാമുവിന് ഞാൻ എത്ര കൊടുക്കാനുള്ളത്. അങ്ങനെ ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ ഇവിടെ മതി? കൺസൈനിയിൽ മതി. അപ്പോൾ കൺസൈനിയിൽ ആരുടെ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ? കൺസൈനറുടെ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആരെ പ്രിപ്പയർ ചെയ്യുക? രണ്ടാളും പ്രിപ്പയർ ചെയ്യണോ? വേണ്ട. ആരെ പ്രിപ്പയർ ചെയ്യുള്ളൂ? കൺസൈനർ. തെറ്റിപ്പോയാ?
ആരെങ്കിലും കൺസൈൻ എന്ന് പറഞ്ഞാൽ ഇല്ല, എന്ന് എനിക്ക് എത്തിയത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ ഒരു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻ്റ് ഇല്ലേ, എത്ര എമൗണ്ട് ഉള്ളത്? 1,00,000 അല്ലേ? അല്ല മക്കളെ, 1,00,000. ഈ എമൗണ്ട് ബാലൻസ് ചെയ്യുക. ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. ഈ 1,00,000 നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് പോവുക. ടു എന്ത് പറഞ്ഞെഴുതും? ട്രേഡിംഗ് അക്കൗണ്ട് പോകും. ഏത് അക്കൗണ്ടിലാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഓക്കെ അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകേണ്ട കൺസെപ്റ്റ് എന്താ? നോക്ക്, ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അടിയിൽ ട്രേഡിംഗ് അക്കൗണ്ട് വരാം. ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിനൊരു എൻട്രി ഉണ്ടല്ലോ ഇവിടെ. എന്താ എൻട്രി? ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് പറഞ്ഞ് എഴുതണം? ബൈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര? 1,00,000. അങ്ങനെ എഴുതാൻ കാരണം ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ലേ. രാമു ദാമുവിന് സാധനം സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദാമു പർച്ചേസ് ചെയ്യണ്ടേ? അപ്പോൾ ദാമു പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും 1,00,000 ആവുമോ? സോറി, ദാമു അല്ല, രാമു പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും 1,00,000 ആവുമോ? അല്ലല്ലോ, ഒരുപാട് വേണ്ടേ? ചിലപ്പോൾ ഒരു 5,00,000 സാധനമൊക്കെ ആര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? ടു പർച്ചേസ് അല്ലേ? ഇനി ആ എമൗണ്ടിൽ നിന്നല്ലേ ഈ 1,00,000 കുറയുന്നത് അല്ലേ? ഓക്കെ, ഇത് സെയിൽ ചെയ്തിട്ടാണോ കുറയുന്നത്? സാധാരണ സെയിൽ ചെയ്തിട്ടല്ലേ കുറയുന്നത്. സെയിൽ ചെയ്ത് പറഞ്ഞാൽ നിങ്ങളിവിടെ എന്ത് പറഞ്ഞെഴുതും? ബൈ സെയിൽസ് എന്ന് പറഞ്ഞെഴുതും. അതിന് പകരം എന്തെഴുതി? ബൈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസ്യൂമെൻ്റ് എഴുതി. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഗുഡ്സ് ആൻഡ് ഓൺ കൺസ്യൂമെൻറ്റിൻ്റെ ബാലൻസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി? ട്രേഡിങ്ങിലേക്ക്. പിന്നെ P&L അക്കൗണ്ടിനെ കുറിച്ചോ ട്രേഡിങ്ങിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഡീൽ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്, കഴിഞ്ഞു. ആരുടെ ബുക്സ് കഴിഞ്ഞു? ഇൻ ദി ബുക്സ് ഓഫ് ആര് പറഞ്ഞു? പറയടാ. രാമു അല്ലെങ്കിൽ ആരാണ്? കൺസൈനർ കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഞാൻ സമയം തരാം. അതിന് മുൻപ് ഞാൻ ആരും കൂടെ പറയട്ടെ. കൺസൈൻ. ഓക്കെ അല്ലേ? ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഏത് എഴുതിയാൽ മതി, അടുത്ത് എഴുതിയാൽ മതി. നിങ്ങൾ മറന്നു പോവും, കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ദൈവം നമ്മുടെ ബ്രെയിന് തന്ന കപ്പാസിറ്റി ഉണ്ടല്ലോ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എന്താണ് അപ്പുറമാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന 2 കാറ്റഗറി ആളുകളുണ്ടാവും. ഇനി അടുത്ത് പറയുമ്പോഴത്തേനും മറ്റേ മറക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ, നിങ്ങളുടെ ആ തോട്ടിനാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾക്ക് കഴിവില്ലായ്മല്ലാന്ന്. നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? കയ്യിൽ നിന്ന് പോകും പറയും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പം ഇനി ആ രീതിയിലൊന്നും ഇരിക്കേണ്ട. ആദ്യം ഹെഡിങ് എഴുതാം. ഇൻ ദി ബുക്സ് ഓഫ് ആരുടെയാണ് നീ പറയും? ഇത് വളരെ പെട്ടെന്ന് കഴിയും. ബുക്സ് ഓഫ് ആരാ? കൺസൈനീന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ആരെഴുതിയാൽ മതി? ദാമു. എക്സാമിന് ഏത് എഴുതേണ്ടത്? കൺസൈനർ, കൺസൈനി എന്നൊക്കെ എഴുതണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലെഡ്ജർ വരയ്ക്കാം. ഓക്കെ, ഇതിലേതും എഴുതാം. ജേണലും എഴുതാം. ജേണൽ. പിന്നെ ലെഡ്ജർ ആരെ അക്കൗണ്ട് മാത്രം ഉണ്ടാവുക? രാമുവിൻ്റെ അക്കൗണ്ട് മാത്രം. രാമു ആരാണ്? കൺസൈനർ ആണ്. അത് വേണമെങ്കിൽ എന്ത് എഴുതി വെക്കാം? കൺസൈനർ ആണ്. കൺസൈനർ. വേറെ ഒരു അക്കൗണ്ടും ആരെയും വേണ്ട, കൺസൈനിയുടെ വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ എളുപ്പമായി. ഓരോ ട്രാൻസാക്ഷൻ എടുത്തോ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വൈകി. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താ? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഗുഡ്സ് സെൻഡ് ചെയ്ത് രാമു ദാമുവിന് എന്ത് ചെയ്യും? 2 ലക്ഷം അല്ല 1,00,000 രൂപയുടെ സാധനം സെൻഡ് ചെയ്തില്ലേ? ദാമുവിന് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല അയാളുടെ അടുത്ത്? റെസ്പോൺസിബിലിറ്റി ചെയ്യിക്കല്ലേ, എന്ത് ചെയ്യണം? സാധനം വിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ സാധനം തിരിച്ചു കൊടുക്കണം. വേറെ ലയബിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ഒരു ഇമ്പാക്റ്റും എവിടെ ഉണ്ടാക്കില്ല? ഇൻ ദി ബുക്സ് ഓഫ് ദാമുവിൽ ഉണ്ടാക്കില്ല. ഡൗട്ട് ഉണ്ടാ? ക്ലാരിറ്റി വേണം. സാധനം സെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇയാൾ എന്ത് ചെയ്യുക? സെൻഡ് ചെയ്തെന്നുള്ളതുകൊണ്ട് രാമുവിനോട് ലയബിളാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണ്ട? ഒരു എൻട്രിയും ഇല്ല. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ ഒന്നാമത്തേന് എന്താ? ഞാൻ ഒന്നും തന്നെ എഴുതാം. എന്താ ഇവിടെ? നോ എൻട്രി. ഓക്കെ അല്ലേ? അടുത്തേതാ? എൻട്രി. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വായിക്കും മക്കളെ. 2,000 റുപ്യ ആര് ചെലവഴിച്ചു? രാമു ചെലവഴിച്ച്. എന്തിനാണോ ദാമുവിൻ്റെ എഴുതണേ? അത് അയാളുടെ ചിലവല്ലേ? അതിവിടെ എഴുതണോ? വേണ്ട. കോമൺ സെൻസ്. ദാമുവിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് മാത്രം ദാമു റെക്കോർഡ് ചെയ്താൽ പോരെ. അപ്പം അതിനിവിടെ എന്തില്ല? എൻട്രി ഇല്ല. മൂന്നാമത്തെ
ദാമു കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദാമുവിന്റെ കയ്യിൽ നിന്ന് പൈസ പോയപ്പോ എന്ത് എഴുതണം? ടു ക്യാഷ്. എത്ര എമൗണ്ട്? 4000. ആർക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്? രാമു. അപ്പൊ ആ പൈസ ദാമുവിനെ സംബന്ധിച്ചിടത്തോളം രാമു ആ പൈസ എനിക്ക് തരുമെന്നല്ലേ. അപ്പൊ രാമു ആരായി? അസറ്റായി. അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തായി? ഡെബിറ്റ് ചെയ്തു. അപ്പൊ എൻട്രി എന്താ വരിക? രാമു അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ അല്ലേ? നരേഷൻ എന്താ? ബീയിങ് പെയ്ഡ്. എന്താ പെയ്ഡ്? അൺലോഡിങ് ചാർജ് ബൈ ആരാ? ദാമു. ബിഹാഫ് ഓഫ്. ആർക്ക് വേണ്ടിയിട്ടാ? ബിഹാഫ് ഓഫ്. ആർക്ക് വേണ്ടിയിട്ടാ? രാമു. ഓക്കെ അല്ലേ? ദാറ്റ്സ് വൈ രാമു ഈസ് എ അസറ്റ് ടു ആർക്ക്? ദാമു. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? പോസ്റ്റ് ചെയ്യട്ടെ. രാമുവിൻ്റെ അക്കൗണ്ടിൽ എന്തെഴുതണം? ടു ക്യാഷ്. ഇതിൻ്റെ മീനിങ് എന്താ? രാമുവിന് ഒരു അസറ്റ്, ഒരു ഡെബിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് പറഞ്ഞാൽ വിച്ച് ഡെബിറ്റ്? എക്സ്പെൻസ് ആണോ ഇവിടുത്തെ ഡെബിറ്റ്? അല്ല. ഡെബിറ്റ് പറയുമ്പോൾ എക്സ്പെൻസ് വായിക്കൂടെ, പക്ഷെ ഇവിടുത്തെ ഡെബിറ്റ് ഏതാണ്? അസറ്റാണ്. ഓക്കെ, 3 കഴിഞ്ഞു. 4ാമത്തെ ട്രാൻസാക്ഷൻ വായിക്കും. ദാമു സാധനം സെയിൽ ചെയ്തില്ലേ? അപ്പൊ ദാമുവിന് 1,60,60,000 റുപ്യ ക്യാഷ് വന്നില്ലേ? അപ്പൊ ആ ക്യാഷ് ഇൻക്രീസ് അല്ലേ? ഡെബിറ്റ് ചെയ്യണ്ടേ? എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 1,60,000 ടു സെയിൽസിന് എഴുതാൻ പറ്റുമോ? ഇത് ആരുടെ ഇങ്ക? ഇയാളുടെ ഇങ്ക അല്ലല്ലോ. ഈ പൈസ ആർക്ക് കൊടുക്കണം? രാമുവിന്. അപ്പൊ എൻട്രി എന്താ വരിക? സൂപ്പർ സാധനല്ലേ അല്ലേ? ചിന്തിക്കില്ല ഞങ്ങള്. ചിന്തിക്കുന്നവർക്ക് സൂപ്പറോ, അല്ലാത്തവർക്ക് പണ്ടാറോ. ഓക്കെ അല്ലേ? ഇതെന്താ ഉദ്ദേശിച്ചത്? ബീയിങ് സോൾഡ് ഗുഡ്സ് ബിഹാഫ് ഓഫ്. എഴുതിയ പ്രശ്നം തീർന്ന്. ആർക്ക് വേണ്ടിയിട്ടാ? ബിഹാഫ് ഓഫ് കൺസൈനർ അല്ലെങ്കിൽ രാമു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമു ആരായി വരും? ലയബിലിറ്റി വരും. എടാ ചെങ്ങായി, രാമുവിന് വേണ്ടി പൈസ നിങ്ങൾ കയ്യിൽ നിന്ന് അടച്ചപ്പോൾ ആ രാമു നിങ്ങൾക്ക് ആരായി? അസറ്റായില്ലേ? അതേ രാമുവിൻ്റെ പൈസ നിങ്ങളുടെ കയ്യിൽ വന്നാൽ ആ രാമു നിങ്ങളുടെ എന്താവും? ലയബിലിറ്റി ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാമുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ക്യാഷ്. എത്ര എമൗണ്ട് വരാം? 1,60,60,000. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ 4 കഴിഞ്ഞ് 5ാമത്തെ ട്രാൻസാക്ഷൻ. സെല്ലിംഗ് എക്സ്പെൻസ് ആരാ കൊടുത്ത്? രാമു. ഇതേപോലെ തന്നെ അല്ലേ എൻട്രി വരിക അല്ലേ? എൻട്രി എന്താ? വേം പറയും. രാമു അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. എത്രയാണ് എമൗണ്ട്? 3,000 എന്തോ അല്ലേ? നേരെ പോസ്റ്റ് ചെയ്യാം. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര എഴുതും? 3,000. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അടുത്തേതാ? 6ാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? കമ്മീഷൻ കിട്ടുന്നുണ്ടല്ലേ? കമ്മീഷൻ ഇൻകമാണ്. ആർക്ക്? അപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിയാൽ മറ്റേ എളുപ്പത്തിൽ കിട്ടും. ടു ഏതാ? കമ്മീഷൻ റിസീവ്ഡ്. ക്ലിയർ അല്ലേ? ക്യാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. പക്ഷെ ക്യാഷ് അല്ല, കിട്ടാനുള്ളതാണ്. ആരിൽ നിന്നാണ് കിട്ടാനുള്ളത്? രാമു. അപ്പൊ എൻട്രി എന്താ വരാം? രാമു അക്കൗണ്ട് ഡെപ്റ്റർ. എന്നിട്ട് എത്ര എമൗണ്ട് പറഞ്ഞുള്ളത്? നമ്മൾ 1,16,000. സോറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രശ്നം ചില ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇല്ല. ടു ഏതാണ്? രാമുവിൻ്റെ 2 ഏതാണ്? കമ്മീഷൻ റിസീവ്ഡ്. ഓക്കെ അല്ലേ? 16,000. 7ാമത്തെ ഏതാ? ആര് പൈസ കൊടുത്തു? ദാമു. ആർക്ക് കൊടുത്തു? രാമു. അപ്പൊ ദാമുവിൻ്റെ പൈസ കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. അപ്പൊ 2 എന്തെഴുതണം? ക്യാഷ്. എത്ര എമൗണ്ട് കൊടുത്തത്? 1,10,000. അപ്പോൾ ആർക്കൊരു ആശ്വാസമായി? രാമുവിന്. ദാമുവിന് ആശ്വാസമായി. ദാമുവിൻ്റെ ഒരു അസറ്റ് അല്ല, ഒരു ലയബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ എൻട്രി എന്താ എഴുതാ? രാമു അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 1,10,000. ഓക്കെ അല്ലേ? പോസ്റ്റ് ചെയ്യട്ടെ. രാമുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ക്യാഷ് 1,10,000. കഴിഞ്ഞില്ലേ? 8ാമത്തെ ഏതാ? ക്ലോസിങ് സ്റ്റോക്ക്. ആരുടെ ക്ലോസിങ് സ്റ്റോക്ക്? അയാളുടെ. അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളിപ്പോൾ എന്തിനാണ് ഇതാക്കുന്നത്? ആ സാധനം ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? ദാമുവിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ അല്ലേ? ആര് ഹോൾഡ് ചെയ്യുക? രാമുവിന് വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? ഹോൾഡ് ചെയ്തു. അത്രമാത്രം. വേറെ ഒന്നും അതിൽ കൂടുതൽ പറയാമല്ലോ. ഓക്കെ അല്ലേ? കഴിഞ്ഞു. എത്രയാണ് ബാലൻസ് ചെയ്തോ?
ഹയർ ഉള്ളവ് ഇവിടെ 1,60,000. 1,60,000 നിന്ന് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് 27,000. എന്ത് പറഞ്ഞ് എഴുതണം? ടു ബാലൻസ് ക്യാരിഡ് ഓൺ. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതെന്താണ്? ഈ ടു ബാലൻസ് ക്യാരിഡ് ഓൺ അസെറ്റാണോ ലയബിലിറ്റി ആണോ? ഇത് ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇതെന്താണ്? ഒരു ലയബിലിറ്റി ആണ്. നമുക്ക് വേണമെങ്കിൽ ലോജിക്കലി നോക്കിക്കൂടെ? നിങ്ങൾ പറയും 1,60,000 രൂപ ആർക്ക് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് പറയുമ്പോൾ കൊടുക്കാനുണ്ട് അല്ലേ? പക്ഷെ അതിൽ 4,000 രൂപ നമ്മൾ അല്ലെങ്കിൽ രാമു എന്ത് ചെയ്തിട്ടുണ്ട്? രാമുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ പോരെ? പിന്നെ 3,000 രൂപ വീണ്ടും ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ 16,000 രൂപയുടെ കമ്മീഷൻ ഉണ്ട്. കൂടാതെ 1,10 കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര രൂപ കൊടുത്താൽ മതി? 27,000 രൂപ കൊടുത്താൽ മതി. സോ ഇറ്റ്സ് എ ലയബിലിറ്റി. ഇതേ 27,000 തന്നെയല്ലേ മുകളിൽ നമ്മൾ കിട്ടിയത്? അത് ഞാൻ ബാലൻസ് ചെയ്ത് എഴുതിയില്ല അല്ലേ? കൺസേനി അക്കൗണ്ട് ഇവിടെ 27,000 വരും. കണ്ടാ? എന്ത് പറഞ്ഞെഴുതും? ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഇത് അയാൾക്ക് എന്താണ്? അസെറ്റ്. ഇൻ ദി ബുക്സ് ഓഫ് ആരുടെയാണ് ഇത് നമ്മൾ ചെയ്തത്? ഇൻ ദി ബുക്സ് ഓഫ് രാമു. രാമുവിന് ദാമു എന്താണ്? ഒരു അസെറ്റ് ആണെങ്കിൽ ഇതേ എമൗണ്ടിന് തന്നെ അയാളിൽ എന്ത് വരണം? ലയബിലിറ്റി വരണ്ടേ? അപ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ബേസിക്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്ട്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ എത്ര 90% ചാപ്റ്ററിൻ്റെ ഓവറാണ്. ഇനി ബാക്കിയുള്ള 10% ഏതാണ്? നമ്മളിപ്പോൾ ഇവിടെ ഹെഡിങ് എന്താ എഴുതിയത്? കോസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്തെന്നല്ല എഴുതിയത്. പക്ഷെ പ്രാക്ടിക്കലി എന്ത് ചെയ്യില്ല? കോസ്റ്റിൽ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യില്ല. വൈ? ഇപ്പോൾ ദാമുവിന് എന്തറിയാം? രാമുവിന് കിട്ടിയ പ്രോഫിറ്റ് കൃത്യമായിട്ട് അറിയാം. അതറിയിക്കരുത്. അതാരുടെ കഴിവാണ്? കൺസൈനറുടെ കഴിവാണ്. അറിയിക്കരുത്. അത് അറിയിക്കാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 100 രൂപയാണ് പെന്നിൻ്റെ കോസ്റ്റ് എന്ന് ആർക്കറിയാം? ദാമുവിന് അറിയില്ലേ? ഒരു 130 എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് ആര് പറയും? രാമു പറയും 130 ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോസ്റ്റ് എത്രയോ ആണ്, അത് ഞങ്ങൾ പറയില്ല. ഓക്കെ അല്ലേ? ഞങ്ങൾ ഇൻവോയ്സ് പ്രൈസിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് പ്രോഫിറ്റ്, യഥാർത്ഥ പ്രോഫിറ്റ് അറിയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ സാറേ 100 രൂപ എന്നുള്ളത് അറിയില്ലേ? ഞാനീ പറഞ്ഞപ്പോഴല്ലേ? വേറെ എക്സാമ്പിൾ എന്താണ്? വേറെ പുതിയ പെന്ന് വന്നു. അത് എത്ര രൂപയ്ക്ക്? അതിൻ്റെ ശരിക്കും പൈസ 100. പക്ഷേ ഇയാൾ 130 എന്ത് ചെയ്ത് ആർക്ക് കൊടുത്തത്? ദാമുവിന് കൊടുത്തത്. അപ്പോൾ ദാമുവിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? ഇയാൾക്ക് 130 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുന്നല്ലേ? അല്ലേ? 200 രൂപയ്ക്ക് വിറ്റാൽ രാമു എന്താ കണക്കാക്കുക? അല്ല, ദാമു എന്താ കണക്കാക്കുക? 70 രൂപയാണ് പ്രോഫിറ്റ് എന്നല്ലേ? പക്ഷെ ആക്ച്വലി പ്രോഫിറ്റ് എത്ര ഉണ്ട്? 100 ഉണ്ട്. അത് ആരുടെ അടുത്തുള്ള സീക്രട്ടാണ്? ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ്സ് ഓൾ.